പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, ഞങ്ങൾ ഈ നിമിഷം പൂർണ്ണമായും ഞങ്ങൾ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വിചിന്തനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള കഴിവും മികവും പരിശുദ്ധാത്മ പ്രേരണയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, പരിശുദ്ധ അമ്മയ്ക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധരായ അന്ന ജോവാക്യം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 71 സങ്കീർത്തനം അതിൻ്റെ 9 തിരുവചനം ഇപ്രകാരമാണ്: വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ. ഇന്ന് ഈ ശുശ്രൂഷ ഈ ഒരു തിരുവചനം വെച്ച് തുടങ്ങുമ്പോൾ അതിന് പിറകിൽ ഒരു വലിയ സന്ദേശമുണ്ട്. വചനം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്: കർത്താവെ, വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുത്. സങ്കീർത്തനം 71:9. 2024 ജൂലൈ മാസം 28 ആഗോള കത്തോലിക്ക സഭ ഗ്രാൻഡ് പാരൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഗ്രാൻഡ് പാരൻസിൻ്റെ ഒരു ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് മാർപ്പാപ്പ അതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. 2024 ജൂലൈ 28 വേൾഡ് ഡേ ഓഫ് ഗ്രാൻഡ് പാരൻസ്. ഈ വേൾഡ് ഡേ ഓഫ് ഗ്രാൻഡ് പാരൻസിൻ്റെ ആപ്തവാക്യമായിട്ട് ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത് 71 സങ്കീർത്തനത്തിൻ്റെ 9 തിരുവചനമാണ്: കർത്താവെ, വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ. ഇനി ഈ തിരുനാൾ വരുന്നത് ജൂലൈ 26 ആഘോഷിക്കപ്പെടുന്ന കത്തോലിക്ക സഭയുടെ ഗ്രാൻഡ് പാരൻസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ, അപ്പൻ്റെയും അമ്മയുടെയും തിരുനാളിന് ശേഷമാണ്. അന്ന ജോവാക്യം. എല്ലാ വർഷവും കത്തോലിക്ക തിരുസഭയിൽ ജൂലൈ മാസം 26 പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ, അപ്പൻ്റെയും അമ്മയുടെയും, അന്നായുടെയും ജോവാക്യമിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ബൈബിളിൽ നമ്മൾ പരത്തിക്കഴിഞ്ഞാൽ ഈ അന്നായെയും ജോവാക്യമിനെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെ ഈ തിരുനാൾ വന്നു? നമുക്കറിയാമല്ലോ, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം കാനോനിക ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ സഭ അംഗീകരിക്കുന്ന അപ്രമാണിക, കാനോനികമല്ലാത്ത ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇത് സഭയുടെ ചരിത്രത്തിൽ നാം വായിച്ച് ധ്യാനിച്ചു പോരുന്ന ഗ്രന്ഥങ്ങളാണ്. അവയിലൊന്നാണ് യാക്കോബിൻ്റെ സുവിശേഷം. ഈ യാക്കോബിൻ്റെ സുവിശേഷത്തിൽ, ആദ്യത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കന്മാരായ അന്നായെയും ജോവാക്യമിനെയും കുറിച്ച് പറയുന്നുണ്ട്. പറയപ്പെടുന്നത് ഇപ്രകാരമാണ്: അന്ന ബത്ലഹേമിൽ ജനിച്ചവളാണ്. ജോവാക്യം ധനാഢ്യനാണ്. ജോവാക്യം ജനിച്ചത് നസ്രത്തിലാണ്. അങ്ങനെ വിവാഹശേഷം അന്ന നസ്രത്തിലേക്ക് വരുന്നു. നസ്രത്തിലാണ് അവർക്ക് ഈ പരിശുദ്ധ അമ്മ മേരി എന്ന കുഞ്ഞ് ജനിക്കുന്നത്. ഒരു ചെറിയ ചരിത്രം എന്ന് പറയുന്നത്, ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. വയോവൃദ്ധരായിരുന്നു രണ്ടുപേരും. പ്രായാധിക്യത്തിൽ വല്ലാതെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ നൊമ്പരം നമുക്കറിയാമല്ലോ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ശാപമെന്നോ, അല്ലെങ്കിൽ അവരുടെ പുണ്യപ്പെട്ട ജീവിതമല്ല, ഒരു നല്ല ജീവിതം നയിക്കാത്തവർക്കാണ് ദൈവം കുഞ്ഞുങ്ങളെ നിഷേധിക്കുന്നത് എന്നൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും വലിയ മനോവേദനയാണ്. ഒരുപക്ഷെ എല്ലാ ദിവസവും തന്നെ വലിയ മനോവേദനയായിരുന്നു ദമ്പതികൾക്ക്. ഒരു തവണ പ്രത്യേകം നോമ്പ് നോറ്റും പ്രാർത്ഥിച്ചിട്ടും ജോവാക്യം ജെറുസലേം ദേവാലയത്തിലെ തിരുനാളിൻ്റെ സമയത്ത് ദൈവത്തിന് കാഴ്ചകൾ അർപ്പിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ അന്ന മുത്തശ്ശി മുറ്റത്തിരുന്ന് നോക്കുമ്പോൾ 2 കുരുവികൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കാണുകയാണ്. ഈ തള്ളക്കുരുവി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് നോക്കിയിട്ട് അന്ന ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, നീ പറഞ്ഞിട്ടില്ലേ, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അറപ്പുരകളിൽ ശേഖരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇതാ
ആ കുരുവിക്ക് പോലും കുഞ്ഞിനെ കൊടുത്ത നീ ഞങ്ങൾക്ക് നിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും തിരഞ്ഞെടുത്ത മെനയപ്പെട്ട ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നിഷേധിക്കുന്നത്? കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് പറയണേ. ആ കാലയളവിൽ ജെറുസലേം ദേവാലയത്തിൽ പോയ ജോവാക്കീം തിരിച്ചു വരാനായിട്ട് വൈകുന്നു. ഇവരെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ പോയ ജോവാക്കീമിനും ഒരു ദർശനം ഉണ്ടാവുകയാണ്. ദാ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. അങ്ങനെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിൻ്റെ ഫലമായി ഇവർക്ക് ലഭിച്ച കുഞ്ഞാണ് പരിശുദ്ധ കന്യകാമാതാവ് മേരി. അവരൊരു വാഗ്ദാനം ദൈവത്തിന് കൊടുത്തിരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് ജെറുസലേം ദേവാലയത്തിൽ കാണിക്കയായി അർപ്പിച്ച് വിശുദ്ധിയിൽ വളർത്താമെന്ന്. അങ്ങനെ ചരിത്രം പറയുന്നത് പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ വളർന്ന കുഞ്ഞാണ് എന്നാണ്. ഇനി ഈ ദമ്പതികളുടെ തിരുനാൾ അല്ലെങ്കിൽ ഈ വയോവൃദ്ധരുടെ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും തിരുനാൾ ആഘോഷിക്കുമ്പം തിരുസഭ നമുക്ക് എന്ത് വിചിന്തനമാണ് നൽകുന്നത്? ഓർക്കണേ, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീകളുടെ മധ്യസ്ഥരാണ് ഈ അന്നായും ജോവാക്കീമും. അതുപോലെ തന്നെ വയോവൃദ്ധരുടെ, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ, പ്രായാധിക്യത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി തിരുസഭ പ്രത്യേകമായിട്ട് മാധ്യസ്ഥ ശക്തി കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്ന ദമ്പതികളാണ് അന്നായും ജോവാക്കീമും. ഫ്രാൻസിസ് പാപ്പായുടെ ചുവട് പിടിച്ച് ഏതാനും ചിന്തകൾ നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. സ്നേഹമുള്ളവരെ, സശ്രദ്ധം ഒന്ന് കേട്ടിരിക്കുക. സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ദമ്പതിമാരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർ. ഏത് തരം പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് അങ്ങ് അനുഗ്രഹിച്ച് അങ്ങയുടെ ഹിതമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. അതോടൊപ്പം കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മാതാപിതാക്കന്മാർക്ക്, ദമ്പതിമാർക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള എന്നെ ശ്രവിക്കുന്ന ദമ്പതികളെ, കുഞ്ഞുങ്ങളില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, കുഞ്ഞിനു വേണ്ടി നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? വിവാഹത്തിന് നിശ്ചയം കഴിഞ്ഞ ആ നിമിഷങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ വിവാഹത്തിന് ഒരുങ്ങുന്ന നിമിഷങ്ങളിൽ തന്നെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന പ്രകാരമാണ് വിശുദ്ധിയോടെ ഒരുങ്ങുന്ന പുരുഷനും സ്ത്രീയും വിവാഹത്തിന് മുൻപേ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. കത്തോലിക്ക തിരുസഭയിൽ നമുക്കറിയാം, വിവാഹത്തിൻ്റെ ആശീർവാദ സമയത്ത് ഈ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിന് മുൻപേയും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കണമെന്ന് പറയണേ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ അത് സന്തോഷപൂർവ്വം ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി വിവാഹത്തിന് മുൻപേ വിവാഹത്തിന് ശേഷവും തുടർച്ചയായി പ്രാർത്ഥിക്കണമെന്ന് പറയുക. അപ്പോൾ അന്നായുടെയും ജോവാക്കീമിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്നേഹമുള്ളവർ, ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, ദൈവമേ, നിൻ്റെ കരുണയുടെ കടാക്ഷത്തിൽ നിന്ന് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകാരമാണ്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായ കുഞ്ഞുങ്ങളില്ല, ഇനി എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു, അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ. ഒരുപക്ഷെ ജീവിതം കുറച്ച് കഴിയുമ്പോൾ ഇനി ഞങ്ങളുടെ ജീവിതം എന്തിനാണ്, ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കുന്നത്, ഞങ്ങൾ ആർക്കു വേണ്ടി അധ്വാനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. സാമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ടല്ലോ. സാമൂവേൽ 1-ാം പുസ്തകത്തിൽ നമുക്കറിയാം, എൽക്കാന 2 ഭാര്യമാരുള്ള വ്യക്തിയായിരുന്നു, ഹന്നായും പെനീനായും. പെനീനാക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഹന്നാക്ക് കുഞ്ഞുങ്ങളില്ല. പെനീനാക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തതിൻ്റെ പേരിലും പെനീന വന്ന് ഹന്നയെ കളിയാക്കുമായിരുന്നു. ഈ ഹന്നാക്ക് വലിയ മനോവേദനയാണ്. ഹന്ന സങ്കടത്തോടെ ഈ തൻ്റെ ജീവിത പങ്കാളിയായ ഭർത്താവായ എൽക്കാനയോട് പറയുന്നുണ്ട്, എനിക്കെന്തുകൊണ്ടാണ് ദൈവം കുഞ്ഞുങ്ങളെ നിഷേധിച്ചത്? അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ എൽക്കാന ഹന്നായോട് പറയുന്ന ഒരു വിശേഷമുണ്ട്, ഒരു സദ്വാർത്തയുണ്ട്. അത് ഇപ്രകാരമാണ്. സാമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്, ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത്? നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? എന്നെ ശ്രവിക്കുന്ന
മാതാപിതാക്കളെ, ദമ്പതികളെ, എപ്പോഴും ജീവിത പങ്കാളി എന്ന് പറയുന്നത് മക്കളെക്കാൾ ഉപരിയാണ് ജീവിത പങ്കാളി. ഈ ഒരു തത്വം ഒന്ന് മനസ്സിലൊന്ന് അടിവരയിടണേ. ഒരുപക്ഷെ മക്കളുള്ളവർക്ക് പോലും ഒരു കാലഘട്ടത്തിൽ മക്കൾ വിദൂരത്താകുമ്പോൾ താങ്ങും തണലുമായി ഉണ്ടാകുന്നത് ഈ ജീവിത പങ്കാളിയാണ്. അതാണ് ഈ എൽക്കാന ഹന്നയെ ഓർമ്മപ്പെടുത്തുന്നത്. ഹന്ന, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും 10 മക്കളുണ്ടായാലും അവരെക്കാളൊക്കെ വിലപ്പെട്ടത് ഞാനല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പരസ്പര വിശ്വാസം, കുഞ്ഞുങ്ങളുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഈ ദാമ്പത്യത്തിലുള്ള പരസ്പര വിശ്വാസവും സ്നേഹത്തിലും നിലനിൽക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിക്കുക, ഇന്ന് പല കുടുംബങ്ങളിലും മക്കളുണ്ട്, പക്ഷെ മക്കൾ മാതാപിതാക്കന്മാരോടൊപ്പമില്ല. അവർക്ക് ആരാ തുണ? പരസ്പരമാണ് തുണയായിട്ടുള്ളത്. അതാണ് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് സാമുവേലിൻ്റെ, പിന്നീട് അവർക്ക് സാമുവേൽ എന്ന മകനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സാമുവേലിൻ്റെ മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് അപ്പനെ ഓർമ്മപ്പെടുത്തുന്നത്, തൻ്റെ അമ്മയെ ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യയെ ഓർമ്മപ്പെടുത്തുന്ന പ്രകാരമാണ്, നിനക്ക് 10 മക്കളെക്കാൾ വിലപ്പെട്ടത് ഞാനല്ലേ. അത് ദമ്പതികളൊന്ന് മനസ്സിൽ കോറിയിടേണ്ട, ആവർത്തിച്ചൊരു പക്ഷേ പരസ്പരം വിശ്വാസത്തോടെ ഏറ്റുപറയേണ്ട ഒരു കാര്യമാണ്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്, ഞാനായിരിക്കണം എന്നുള്ള തത്വം, ഞാനായിരിക്കണമെന്നുള്ള ആ ഒരു സുവിശേഷം. നമുക്കറിയാം, ബൈബിളിലെ ഏടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അബ്രാഹത്തിനും സാറായിക്കും ആദ്യകാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സക്രിയായും എലിസബത്തും കുഞ്ഞുങ്ങളില്ല. പക്ഷെ അവരൊക്കെ ഈ വിശ്വസ്തരായിരുന്നു. ദൈവത്തോട് വിശ്വസ്ത പുലർത്തി, ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവത്തിന് ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതി ഉണ്ടെന്ന് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞവരായിരുന്നു ഈ പറഞ്ഞ വ്യക്തികളെല്ലാവരും. അതുപോലെ തന്നെ അന്നായും ജോവാക്യമും. സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങളെ നൽകുന്നത് ദൈവമാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ നമുക്ക് നൽകാതിരിക്കുന്നതിലൂടെ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. അത് എപ്രകാരം തന്നെയായാലും ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിൽ ഞാൻ വ്യതിചലിക്കുകയില്ല എന്ന് പറയുവാനുള്ള ആ ഒരു വിശ്വാസത്തിൽ ദമ്പതികൾ വളരാൻ വേണ്ടി ഇന്ന് ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ആശയത്തിലേക്ക് വരികയാണ്. ഫ്രാൻസിസ് പാപ്പയുടെ ചൂട് പിടിച്ച് 2024 ഏപ്രിൽ 27 വത്തിക്കാനിൽ 6000-ഓളം അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും പേരക്കുട്ടികളുടെയും സംഗമം ഉണ്ടായിരുന്നു. 6000 പേരെ ഒരുമിച്ച് കൂടിയത്. അതിനകത്ത് ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു. അവർക്ക് ഫ്രാൻസിസ് പാപ്പ കൊടുത്ത സന്ദേശം വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ചത് ഒരു കഥയോടുകൂടിയാണ്. ഒരിക്കലൊരു വീട്ടിൽ തൻ്റെ അപ്പന് പ്രായമായ അപ്പൻ ഭക്ഷണം കഴിക്കുമ്പോൾ മേശ വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് മകൻ എന്തു ചെയ്തു? ഒരു പ്രത്യേകം മേശ ഒരുക്കി അപ്പന് മാത്രം ആ പ്രത്യേക മേശയിൽ മറ്റാരുമില്ലാത്തപ്പം ഒറ്റയ്ക്കിരുത്തി ഭക്ഷണം കൊടുക്കും. ഈ അപ്പൻ കണ്ണീരോടുകൂടി ഈ ഭക്ഷണം കഴിക്കുക. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കഥയാണ്. ഇത് കഴിഞ്ഞ് 2-3-4 ദിവസം കഴിഞ്ഞപ്പം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഈ അപ്പൻ്റെ മകൻ, അതായത് ഈ അപ്പൻ്റെ മകൻ ഒരു ചെറിയ മേശയും കസേരയും നിർമ്മിക്കുന്നതായിട്ട് ഈ അപ്പൻ കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചെന്ന് തൻ്റെ മകനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ ചെറിയ മേശയും കസേരയും ഉണ്ടാക്കുന്നത്? അപ്പോൾ ഈ കൊച്ചു പറയുകയാണ്, അപ്പാപ്പന് ആ മൂലയിലിരുത്തി ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പനും പ്രായമാവല്ലോ, അപ്പോൾ അപ്പന് കഴിക്കാനുള്ള, അപ്പന് ഇരിക്കാനുള്ള മേശയും കസേരയും ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതാണ് എന്ന്. ഫ്രാൻസിസ് പാപ്പ പറയാണ്, ഇത് സങ്കടകരമായൊരു കഥയാണ്, പക്ഷേ ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മാമ്മയാണ്, എൻ്റെ വല്യമ്മയാണെന്ന് പറയുക. ഫ്രാൻസിസ് പാപ്പ പറയും, ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന കഥയാണത്. എൻ്റെ വല്യമ്മ കുഞ്ഞുനാളിൽ എന്നോട് പറഞ്ഞു തന്ന കഥയാണത്. ഇന്ന് ഞാനൊരു വയോവൃദ്ധനായിട്ട് ഞാനിത് ഓർത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ആശയത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ നമ്മളെ കൊണ്ടുപോകുന്ന പ്രകാരമാണ്, വയോവൃദ്ധരോട് കരുണയും ആദരവും സ്നേഹവും ബഹുമാനവും വേണം. പാപ്പ കൂട്ടിച്ചേർക്കുകയാണ്, സ്വാർത്ഥമതികളായ മക്കളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രർ. സ്വാർത്ഥമതികളായ മക്കളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രർ. ഒരു കാരണവുമില്ലാതെ മാതാപിതാക്കന്മാരെ തങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന സ്വാർത്ഥമതികളായ മക്കളാണോ നമ്മൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പറയുക, നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും ദരിദ്രരാണ്. അത് ദൈവം ആഗ്രഹിക്കാത്ത ദരിദ്രരാണ്. സമ്പത്തുണ്ടായിട്ടും സമ്പത്തിന് മധ്യേ ദരിദ്രരായി കഴിയുന്നവരാണ് നിങ്ങൾ. വളരെ കർശനമായ ഒരു താക്കീതോടുകൂടി പാപ്പ ഈ
ഏപ്രിൽ മാസം ഓർമ്മപ്പെടുത്തിയ ഒരു സന്ദേശമാണത്. ഗ്രാൻഡ് പാരൻസിനെയും ഗ്രാൻഡ് ചിൽഡ്രനെയും ഒരുമിച്ച് കിട്ടിയപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞതാണ്. കൂട്ടിച്ചേർക്കുകയാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ദുഃഖമെന്ന് പറയുന്നത്, ഒരു വലിയ അപകടമെന്ന് പറയുന്നത്, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഡോണ്ട് മൈൻഡ് മീ, എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടരുത്, ഐ ഡോണ്ട് നീഡ് യു, എനിക്ക് നിന്നെ ആവശ്യമില്ല, നിനക്ക് നിൻ്റെ ജീവിതം, എനിക്ക് എൻ്റെ ജീവിതം. ഇങ്ങനെയുള്ള ചിന്തകൾ ഒരുപാട് ഇന്ന് വിപണിയിൽ വിറ്റഴിക്കുന്നുണ്ട്, ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ വിറ്റഴിയുന്നുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ അപകടമാണെന്ന് ഫ്രാൻസിസ് പാപ്പ അന്നേ ദിവസം സൂചിപ്പിക്കുകയാണ്. ഏപ്രിൽ മാസം 27 നടന്ന ആ ഒരു സമ്മേളനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പറഞ്ഞൊരു സന്ദേശമായിരുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ കുടുംബത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. യു മൈൻഡ് യുവർ ബിസിനസ്, നീ നിൻ്റെ കാര്യം നോക്കുക, എനിക്ക് എൻ്റെ കാര്യം. ഇതൊന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാതെ ഇരുന്ന ഒരു പ്രയോഗം ഇപ്പോൾ നമ്മുടെ മക്കൾക്കിടയിൽ വന്നു ചേരുന്നതാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുമ്പോൾ, സ്നേഹമുള്ള ദൈവമക്കളെ, അത് നമുക്ക് വേണ്ടി കൂടിയുള്ള ഒരു ആഹ്വാനമല്ലേ. എന്നിട്ട് പാപ്പ പറയുകയാണ്, ഹാവിങ് ഗ്രാൻഡ് പാരൻസ് ഈസ് എ ബ്ലെസ്സിങ്. എന്നൊരു സന്തോഷത്തോടെ പറയണേ, അപ്പനും അമ്മൂമ്മയും ഉണ്ടാകുക എന്നുള്ളത് ഒരു വലിയ കൃപയാണത്രേ, ഒരു വലിയ കൃപയാണ്. ഫ്രാൻസിസ് പാപ്പ പറയാണ്, ഇപ്പോഴും എൻ്റെ തിരുപ്പട്ടത്തിന് എൻ്റെ അമ്മൂമ്മ നൽകിയ സമ്മാനം എൻ്റെ കയ്യിലുണ്ട്, ഒരു ചിത്രമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. അതെൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെടുത്ത് നോക്കും, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. പറയുന്നത് പ്രകാരമാണ് ഫ്രാൻസിസ് പാപ്പ വീണ്ടും പറയുന്നു, വയോവൃദ്ധർക്ക് അവർ കണ്ണട വയ്ക്കുമെന്നുണ്ടെങ്കിലും അവർ ദീർഘവീക്ഷണമുള്ളവരാണ്, ദൂരക്കാഴ്ചയുള്ളവരാണ്. വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് ദൈവം അവർക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവരിലൂടെയാണ് ദൈവം പലതും വെളിപ്പെടുത്തുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മക്കളോടായിട്ട് അന്നേ ദിവസം പാപ്പ പറഞ്ഞ പ്രകാരമാണ് പേരക്കുട്ടികളോട് പറഞ്ഞു, പേരക്കുട്ടികളെ, മറവി ബാധിച്ച ഈ ലോകത്തിന് ഒരു ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമാണ് ഗ്രാൻഡ് പാരൻസ്. മറവി ബാധിച്ച ഈ ലോകത്തിന് ഒരു ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമാണ് ഗ്രാൻഡ് പാരൻസ്. എന്താണ് ഓർമ്മ? എന്താണ് ഓർമ്മപ്പെടുത്തൽ? അതായത് എനിക്കും നിനക്കും പ്രായമാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഗ്രാൻഡ് പാരൻസ്. രണ്ടാമത്തെ എന്താണ്? നീ ഇന്ന് ഇവിടെ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ത്യാഗം കൂടെയുണ്ട്, ഇവരുടെ പരിശ്രമം കൂടെയുണ്ട്, ഇവരുടെ ചോരയും നീരും കൂടെയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ശിമയോൻ, അന്ന, വൃദ്ധരായ ആ വ്യക്തിത്വങ്ങളാണ് ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ശിശുവിനെ സമർപ്പിക്കാൻ പോയപ്പോൾ ഇത് ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞത് യുവാക്കളോ യുവതികളോ അല്ല, ചെറുപ്പക്കാരല്ല. ആ ദേവാലയത്തിൽ ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, വയോവൃദ്ധരായ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന, കൂനുബാധിച്ച് പിടിച്ചുകൊണ്ടിരുന്ന അവിടെ ആയിരുന്ന ഈ അന്നായും ശിമയോനുമാണ്. ആ വയോവൃദ്ധരുടെ നയനങ്ങളിലൂടെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടത് എന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലുള്ള പ്രായമായവരെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുകയാണ്. ഇനി അടുത്തൊരു സന്ദേശം പാപ്പ പറയുന്നത് പ്രകാരമാണ്, സ്നേഹമുള്ളവരെ, അതൊരു കഥയിലൂടെ പറയണേ. ഒരിക്കലും ഒരു അഗതി മന്ദിരത്തിൽ കഴിയുന്ന ഒരു വല്യമ്മയോട് അവിടെ സന്ദർശിക്കാൻ വന്നവർ ചോദിക്കുകയാണ്, വല്യമ്മ, അമ്മൂമ്മയ്ക്ക് മക്കളും പേരമക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്. എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് മക്കളുണ്ടെന്ന് പറയുക. അപ്പോൾ അവർ വല്യമ്മയെ കാണാനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വരും, എപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നുന്നു അവരൊക്കെ ഓടി വരും എന്ന് പറയുകയാണ്, സന്തോഷത്തോടെ പറയുകയാണ്. അത് കഴിഞ്ഞ് അവർ ഈ അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് മാറി കഴിഞ്ഞപ്പം ആ സന്ദർശകരോട് ആ നഴ്സ് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്, ഈ അമ്മൂമ്മയാണ് ഇവിടെ ഏറ്റവും വലിയ സന്തോഷമുള്ള അമ്മൂമ്മ. സത്യത്തിൽ ഈ അമ്മൂമ്മയുടെ പേരമക്കൾ ആരും ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ അമ്മൂമ്മ വരുന്നവരോട് മുഴുവനും ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് പറയുന്നത്. സ്നേഹമുള്ള ഭവനങ്ങളിൽ തനിച്ചു കഴിയുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്കും ഒരു സന്ദേശം ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. ഒരിക്കൽ പോലും നിങ്ങളുടെ മകനെ, മകളെ, നിങ്ങളുടെ പേരക്കുട്ടികളെ വിധിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. അവരുടെ കുറവുകൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. അതിന് പാപ്പ പറഞ്ഞ ഉദാഹരണമാണത്.
എന്താണ്? മക്കളാരും കാണാൻ വരാതിരുന്നിട്ടും പേരമക്കളാരും ചുറ്റും വരാതിരുന്നിട്ടും അഗതി മന്ദിരത്തിൽ അടയ്ക്കപ്പെട്ട, അഗതി മന്ദിരത്തിൽ അങ്ങനെ ജീവിതം വ്യയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ പറയുന്നത് പ്രകാരമാണ്, എന്നെ കാണാൻ അവരെല്ലാവരും വരുന്നുണ്ട്. എൻ്റെ കുറവുകൾ ഞാനും എൻ്റെ ദൈവവും അറിഞ്ഞാൽ പോരെ, മറ്റുള്ളവരെന്തിനാ അറിയുന്നത്? എൻ്റെ മക്കളുടെയും എൻ്റെ പേരമക്കളുടെയും കുറവുകൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് എനിക്ക് എന്ത് ലഭിക്കാനാണ്? ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് പാപ്പ അടുത്തായിട്ട് പറയുന്നത് പ്രകാരമാണ്, മക്കളോട് പറയുന്നത് പ്രകാരമാണ്, മുതിർന്നവരെ ബഹുമാനിക്കുക, ആദരിക്കുക, അവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു അപ്പനും അമ്മയും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുഖേന വീടുകളിൽ അനാഥമാക്കപ്പെടരുത്. ഇനി ജോലി സംബന്ധമായോ മറ്റു പല കാരണങ്ങളാലോ അവർ തനിച്ചാക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിലും അവരോടുള്ള പരിഗണന ഒട്ടും കുറയ്ക്കരുത്. പിന്നീട് പറയുന്നത് പ്രകാരമാണ്, അവരുടെ പ്രാർത്ഥന യാചിക്കുക, അവരുടെ അനുഗ്രഹം യാചിക്കുക, അവരുടെ ഉപദേശം തേടുക. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും എന്നുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും, ഗ്രാൻഡ് പാരൻസ്. കൊച്ചുമക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഗ്രാൻഡ് പാരൻസിനോട് പറഞ്ഞിട്ട് പോവുക, നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത്രേ. എന്തൊരു ഉറപ്പല്ലേ? നമ്മൾ എത്ര പേരുണ്ട് അങ്ങനെ ദീർഘദൂര യാത്രയ്ക്ക് ഇപ്പം ഗ്രാൻഡ് പാരൻസ് ഉള്ളവർ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പോകാറുള്ളവർ, ഒരുപക്ഷെ അവരുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് അവരുടെ കരങ്ങളിലൂടെ ശിരസിലൊരു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു പോകുന്നവർ. ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുക, അങ്ങനെ വേണമെന്നാണ് പറയണേ. അവസാനമായിട്ട് പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുക, അവരെ ഒരു യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുക, അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ അവർ സന്തോഷിക്കുമ്പോൾ അവർ മനസ്സ് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. ഇതൊരു നല്ല സന്ദേശങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകുന്ന ഇന്നേ ദിവസം. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ കത്തോലിക്ക സഭയുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ജൂലൈ 26-ാം തീയതി ഈ 1-2 ഏതാനും ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങട്ടെ. നമ്മുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും, നമ്മുടെ ഭവനങ്ങളിൽ ഒരുപക്ഷെ പ്രായാധിക്യം മൂലം തനിച്ചു കഴിയുന്ന അല്ലെങ്കിൽ മക്കളോടൊപ്പമായിരിക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന അപ്പനെയും അമ്മയെയും ഒക്കെ ഒന്ന് ഓർത്ത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇന്നേ ദിവസം നന്ദി പറയാം. അതുപോലെ തന്നെ ഭവനങ്ങളിലും വിദൂരത്തും ഒക്കെ തനിച്ചായിരിക്കുന്ന അപ്പനമ്മമാരെ, വിദൂരത്ത് മക്കൾ ജോലിക്ക് പോയതിൻ്റെ ഫലമായി, പഠനത്തിന് പോയതിൻ്റെ ഫലമായി ഭവനങ്ങളിൽ ഏകാന്തതയിൽ കഴിയുന്ന അപ്പനമ്മമാരെ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകുന്ന ദിവസമാണ് ഇന്ന്. വിശുദ്ധരായ അന്നായുടെയും ജോവാക്യമിൻ്റെയും പ്രത്യേക മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സമാഹരിക്കുകയാണ്. നമ്മൾ കേട്ടത് പ്രകാരമാണ്, അന്ന ജോവാക്യം ബൈബിളിൽ അവരെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ യാക്കോബിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് അവരെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അപ്രമാണിക ഗ്രന്ഥത്തിൽ അവരെക്കുറിച്ച് കാണുവാൻ സാധിക്കും. പറയപ്പെടുന്ന സന്ദേശങ്ങൾ ഇപ്രകാരമാണ്, അവർക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ടും ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു. ദാമ്പത്യം വിശുദ്ധമായവർ കാത്തുപരിപാലിച്ചു. മാതാപിതാക്കന്മാർ, ദമ്പതികൾ ദാമ്പത്യം വിശുദ്ധമായി കാത്തുപരിപാലിക്കാൻ ഇന്നേ ദിവസം നമുക്ക് എല്ലാ മാതാപിതാക്കന്മാർക്കും മക്കൾക്കും ദമ്പതികൾക്കും ഒക്കെ വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യാശയോടെ കാത്തിരിക്കുവാനുള്ള, വിശ്വാസം ഉപേക്ഷിക്കാതെ പ്രത്യാശയോടെ കാത്തിരിക്കുവാനുള്ള വലിയ കൃപ എല്ലാ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം വിദൂരത്ത് കഴിയുന്ന, ഒരുപക്ഷെ ഭാര്യ നാട്ടിലാണ്, ഭർത്താവ് വിദേശത്താണ്, ഭർത്താവ് നാട്ടിലാണ്, ഭാര്യ വിദേശത്താണ്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇവരുടെ ഈ ഒറ്റപ്പെടലും ഏകാന്തതയിലും ഈ പരസ്പരമുള്ള ഫോൺ സംഭാഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമൊക്കെ പരസ്പരം ശക്തി ലഭിക്കുവാനും, ഒരുപക്ഷെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വന്നു ചേരാവുന്ന ഏകാന്തത, ഒറ്റപ്പെടലുകൾ, മറ്റ് മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയിൽ നിന്നൊക്കെ അതിജീവിക്കാനായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഒരു പക്ഷേ പ്രലോഭനം ഉണ്ടാകാം. അവയൊക്കെ അതിജീവിച്ച് വിശ്വസ്തയോടും വിശുദ്ധിയിലും ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാ ദമ്പതികൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന ദിവസം ഈ അന്നായുടെയും യോവാക്യമിൻ്റെയും മാധ്യസ്ഥം തേടി വിധവകൾക്കും വിഭാര്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളി ഉണ്ടായിരുന്നു, യാത്ര മധ്യേ അവർ കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് നിത്യതയിലേക്ക് യാത്രയായി. ഭവനങ്ങളിലും അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ജോലിക്ക് പോകുന്നവർ,
അത് ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, പുരുഷനായിരിക്കാം, സ്ത്രീയായിരിക്കാം, അവർക്ക് ധൈര്യവും കരുത്തും കർത്താവ് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം. ഈ ചിന്തയുടെ അവസാനത്തിൽ നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി നമ്മുടെ മിഴികൾ അടയ്ക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ അപ്പൂപ്പിൻ്റെയും അമ്മൂമ്മയുടെയും ഗ്രാൻഡ് പാരൻസിൻ്റെ തിരുനാൾ ഇന്നേ ദിവസം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധരായ അന്നായുടെയും ജോവാക്യമിൻ്റെയും സ്വർഗീയ മധ്യസ്ഥം ഞങ്ങൾ ഈ നിമിഷം തേടി പ്രാർത്ഥിക്കുന്നു. ഗ്രാൻഡ് പാരൻസിലൂടെ നീ ഞങ്ങളോട് പറയുന്നത്, അപ്പൂപ്പനിലൂടെ അമ്മൂമ്മയുടെയും നീ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ആരും അനാഥരല്ല, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. മുതിർന്നവരെ ബഹുമാനിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഭവനങ്ങളിൽ തനിച്ച് കഴിയുന്ന വ്യക്തിത്വങ്ങളെ, വയോവൃദ്ധരെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ ഏകാന്തതകളിൽ, ഒറ്റപ്പെടലിൽ കർത്താവെ അങ്ങ് താങ്ങും തണലുമാകണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അതോടൊപ്പം കുഞ്ഞുങ്ങൾ സ്വീകരിക്കുവാനുള്ള വലിയ മനധൈര്യവും ആഗ്രഹവും ദമ്പതികൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പേരക്കുട്ടികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക സഭയിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ഞാനും ഒരു വയോവൃദ്ധനാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലിലൂടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മാതാപിതാക്കന്മാരെയും മക്കളെയും പേരമക്കളെയും വയോവൃദ്ധരെ പ്രത്യേകിച്ച് വിശുദ്ധ അന്നായുടെയും ജോവാക്യമിൻ്റെയും മധ്യസ്ഥത്തിലൂടെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.